ഹരേ കൃഷ്ണ. രാധേ രാധേ. ഇന്ന് നമുക്ക് പരീക്ഷിത്ത് രാജാവിൻ്റെ കഥ കേൾക്കാം. പരീക്ഷിത്ത് രാജാവും കലി കാലത്തിൻ്റെയും ഒരു കഥയാണ്. നിങ്ങൾ കേട്ടിരിക്കുമെങ്കിൽ ഒന്നും കൂടി കേട്ടുകൊള്ളുക. അപ്പോൾ ശ്രീകൃഷ്ണൻ തൻ്റെ വാസസ്ഥലത്തേക്ക് പോകുകയും പാണ്ഡവർ സ്വർഗത്തിലേക്ക് പോകുകയും ചെയ്ത ശേഷം അർജുനൻ്റെ പൗത്രനും അഭിമന്യുവിൻ്റെ മകനുമായ പരീക്ഷിത്ത് രാജാവ് ചക്രവർത്തിയായി. അവൻ്റെ രാജ്യത്തിൽ സമാധാനവും സമൃദ്ധിയും നിലനിന്നു. കലിയുഗ ആരംഭിച്ചെങ്കിലും പാപങ്ങൾ വളരെ കുറവായിരുന്നു. കാരണം അശ്വത്ഥാമാവ് പാണ്ഡവരുടെ അവസാന സന്തതിയെ കൊല്ലാനയച്ച ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും രക്ഷിക്കാൻ തൻ്റെ അമ്മ ഉത്തരയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ പരീക്ഷിത്തിനൊപ്പം ഗർഭം പങ്കിട്ടു. അതിനാൽ പരീക്ഷിത്ത് ജീവിച്ചിരിക്കുന്നതുവരെ കലിയുഗത്തിന് അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ വരാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം പരീക്ഷിത്ത് തൻ്റെ രാജ്യത്ത് പുറത്ത് പോകുമ്പോൾ ഒരാൾ ഒരു കാളയെ നിഷ്കരുണ അടിക്കുന്നത് കണ്ടു. പരീക്ഷിത്ത് രോഷാകുലനായി. അവനെ കൊല്ലാൻ അയാൾ ആ മനുഷ്യനെ പിടികൂടി ചോദിച്ചു, നിങ്ങൾ ആരാണ്? എൻ്റെ രാജ്യത്തിലെ ഒരു മൃഗത്തോട് ഇത്രയും ക്രൂരത ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? പരീക്ഷിത്ത് ചോദിച്ചു. ആ മനുഷ്യൻ മറുപടി പറഞ്ഞു, ഞാൻ കലിയുഗനാണ്. കാള ധർമ്മത്തിൻ്റെ പ്രതീകമാണ്. ഞാൻ എൻ്റെ നവരൂപത്തിലാണ്. അതിനാൽ ഞാൻ എൻ്റെ പൂർണ്ണ രൂപത്തിലായിരിക്കുമ്പോൾ ധർമ്മത്തെ നശിപ്പിക്കുന്നതിന് മുൻപ് കാളയെ വേദനിപ്പിച്ചാണ് ഞാൻ ആരംഭിക്കുന്നത്. പരീക്ഷിത്ത് കോപാകുലനായി. കലിയുഗം അവസാനിപ്പിക്കാൻ അവനെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. കലിയുഗൻ മുട്ടുകുത്തി വീണു പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, പാണ്ഡവരുടെ സന്തതി, എൻ്റെ എല്ലാ കുറവുകളും ഉണ്ടായിരുന്നിട്ടും നിങ്ങളുടെ വാളിൽ നിന്ന് രക്ഷപ്പെടാൻ അർഹതയുള്ള ഒരു വലിയ ഗുണം എനിക്കുണ്ട്. എന്നതിനാൽ എന്നെ കൊല്ലരുത്. അപ്പോൾ ആ വലിയ ഗുണം എന്താണെന്ന് കേട്ടോളുക എല്ലാവരും. കലിയുഗത്തിലെ നാമസങ്കീർത്തനത്തിലൂടെ മാത്രമേ മനുഷ്യർക്ക് ദൈവത്തെ കണ്ടെത്താൻ കഴിയൂ. അവർക്ക് സത്യയുഗത്തിലെ പോലെ വേറേതെങ്കിലും യുഗത്തിലെ പോലെ 1000 വർഷത്തെ തപസ്സുകളോ ത്രേതായുഗത്തിലെ പോലെ വലിയ യജ്ഞങ്ങളോ ദ്വാപരയുഗത്തിലെ പോലെ വലിയ ദാനങ്ങളോ ആവശ്യമില്ല. കലിയുഗത്തിൽ ഭഗവാന്റെ വിശുദ്ധ നാമങ്ങൾ ജപിച്ചാൽ മാത്രം മതി അവർക്ക് ദൈവത്തെ നേടാൻ കഴിയും. ഭഗവാനെ നേടാൻ കഴിയുക എന്ന് ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം നേടാൻ കഴിയും. അപ്പോൾ ഇത് കേട്ടതും പരീക്ഷിത്ത് തൻ്റെ വാൾ താഴെയിട്ടു. പക്ഷേ അദ്ദേഹം ഒന്ന് തീരുമാനിച്ചു, കലിയുഗത്തെ തൻ്റെ രാജ്യത്തിങ്ങനെ സ്വതന്ത്രമായി വിഹരിക്കാൻ അനുവദിക്കില്ല. അദ്ദേഹം അത് തീരുമാനിച്ചു. അവൻ കലിയുഗത്തിന് താമസിക്കാനായി 5 സ്ഥലങ്ങൾ നൽകി. ചൂതാട്ടം, മദ്യം, വേശ്യാലയങ്ങൾ, അറവുശാലകൾ, തിന്മയിൽ നിന്ന് സമ്പാദിച്ച സ്വർണം. തുടർന്ന് പരീക്ഷിത്ത് തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. ഒരു ദിവസം അവൻ തൻ്റെ രാജകീയ നിധിയിൽ ഗംഭീരമായ ഒരു കിരീടം കണ്ടു. അത് തലയിൽ ധരിച്ച് കുറച്ച് സൈനികരോടൊപ്പം കാട്ടിലേക്ക് പോയി. സ്വർണം കൊണ്ട് നിർമ്മിച്ച കിരീടം മഗധത്തിലെ ദുഷ്ടരാജാവായ ജരാസന്ധൻ്റേതായിരുന്നു. പരീക്ഷിത്തിൻ്റെ അമ്മാവനായ ഭീമൻ ജരാസന്ധനെ വധിച്ചപ്പോൾ അത് രാജകീയ നിധിയിൽ നിക്ഷേപിച്ചു. കിരീടത്തിലൂടെ കലിയുഗം പരീക്ഷിത്തിൻ്റെ തലയിലിരുന്നു. പരീക്ഷിത്ത് തൻ്റെ സൈനികരെക്കാൾ മുന്നേ പോയി കാട്ടിൽ നഷ്ടപ്പെട്ടു. അത്യധികം ദാഹിച്ചും ക്ഷീണിച്ചും പുറത്തേക്കുള്ള വഴിയും തിരഞ്ഞു നടക്കുമ്പോൾ അതാ ഒരു കുടില്. കുടിലിന് മുന്നിൽ ഒരു ഋഷി. അദ്ദേഹം ധ്യാനത്തിലിരിക്കുകയാണ്. ഋഷി ശാമികനാണ് അദ്ദേഹമെന്ന് മനസ്സിലായി. വെള്ളം അദ്ദേഹത്തിനോട് കുടിക്കാനായി അല്പം വെള്ളം ചോദിച്ചുവെങ്കിലും സമാധിയിലിരുന്നതിനാൽ ശമിക ഋഷി പ്രതികരിച്ചില്ല. തലയിലിരിക്കുന്ന കലിയുഗൻ പരീക്ഷിത്തിനെ കോപിപ്പിച്ചു. രാജാവിനോട് സ്വയം പ്രതികരിക്കാൻ കഴിയാത്ത മുനി അഹങ്കാരിയാണെന്ന് കരുതി. സമീപത്ത് കിടന്ന ഒരു ചത്ത പാമ്പിനെ എടുത്ത് ഋഷിയുടെ കഴുത്തിലിട്ടുപോയി. അദ്ദേഹത്തിനെ ഒത്തിരി കളിയാക്കിയതിന് ശേഷം നടന്ന് മുന്നോട്ട് നീങ്ങി. കുറച്ച് സമയത്തിന് ശേഷം ഋഷി ശാമികൻ്റെ മകൻ ശൃംഗി രാജാവ് തൻ്റെ പിതാവിനെ അപമാനിച്ചതെങ്ങനെയെന്ന് അറിയാൻ തിരിച്ചെത്തിയപ്പോൾ പരീക്ഷിത്തിനെ ആണ് ഈ ഒരു അവസ്ഥയ്ക്ക്, തൻ്റെ അച്ഛൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണക്കാരനെന്ന് അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹം പരീക്ഷിത്ത് രാജാവിനെ ശപിച്ചു. അഹങ്കാരിയായ പരീക്ഷിത്തെ, ഇന്ന് മുതൽ 7-ാം ദിവസം പാമ്പ് തക്ഷകൻ നിങ്ങളെ കടിച്ചു കൊല്ലുമെന്ന് ഞാൻ ശപിക്കുന്നു. അതായത് തക്ഷകൻ്റെ ദംശമേറ്റ് മരിക്കുമെന്ന് ശപിച്ചു.
തൻ്റെ ആസന്നമായ മരണത്തെക്കുറിച്ച് പരീക്ഷിത്ത് അറിഞ്ഞപ്പോൾ തന്നെ തൻ്റെ സിംഹാസനം മകൻ ജനമേജയനെ ഏൽപ്പിച്ചു. 7 ദിവസത്തിനുള്ളിൽ മരണം സംഭവിക്കാൻ പോകുന്ന ഒരു വ്യക്തി എന്തു ചെയ്യുമെന്നതിൻ്റെ അന്തിമ ഉത്തരം തേടി കൊട്ടാരം വിട്ടു. ഉത്തരം തേടി പല ഋഷിമാരെയും കണ്ടു. വേദവ്യാസൻ്റെ പുത്രനായ ശ്രീ ശുകദേവൻ്റെ അടുക്കൽ പോകാൻ മുനിമാർ ഉപദേശിച്ചു. 7 ദിവസം മാത്രം ശേഷിക്കുന്നവൻ ശ്രീമദ് ഭാഗവതം കേൾക്കണമെന്ന് ശുകദേവൻ പരീക്ഷിത്തിനോട് പറഞ്ഞു. എന്നാൽ ശുകൻ അവനോട് ചോദിച്ചു, കൃഷ്ണനുമായി എന്താണ് ബന്ധം? കൃഷ്ണനുമായുള്ള നിങ്ങളുടെ ബന്ധം വിവരിച്ചാൽ മാത്രമേ ഞാൻ ശ്രീമദ് ഭാഗവതം വിവരിക്കുകയുള്ളൂ. അതിന് പരീക്ഷിത്ത് മറുപടി പറഞ്ഞു, കൃഷ്ണൻ എൻ്റെ സഹോദരനാണ്. സഹോദരൻ എന്നാൽ ഒരേ ഗർഭപാത്രം പങ്കിട്ടവൻ എന്നർത്ഥം. സഹോദരൻ എന്നർത്ഥം. ശുകദേവൻ സന്തുഷ്ടനാകുകയും കൃഷ്ണൻ്റെ വിനോദങ്ങൾ വിവരിക്കാൻ തുടങ്ങുകയും ചെയ്തു. 7 ദിവസത്തിനു ശേഷം അവൻ പരീക്ഷിത്തിനോട് ചോദിക്കുന്നു, നിങ്ങൾക്കിപ്പോഴും നിങ്ങളുടെ മരണത്തെ ഭയപ്പെടുന്നുണ്ടോ? അദ്ദേഹം മറുപടി പറഞ്ഞു, ഇല്ല മുനിവരാ, ശ്രീമദ് ഭാഗവതത്തിൻ്റെ കൃപയാൽ ഞാൻ മോചിതനായി. മരണമെന്ന ഭയത്തിൽ നിന്നും മോചിതനായിരിക്കുന്നു. പരീക്ഷിത്ത് സമാധിയിൽ പ്രവേശിക്കുന്നു. തക്ഷകൻ എത്തുമ്പോൾ തന്നെ അവൻ്റെ ആത്മാവ് പോകുന്നു. തക്ഷകൻ പരീക്ഷിത്തിന് പ്രണാമം അർപ്പിക്കുകയും ഇതിനകം തന്നെ മരിച്ച അവൻ്റെ ശരീരം കടിക്കുകയും ചെയ്യുന്നു. തക്ഷകൻ്റെ വിഷത്താൽ അവൻ്റെ ശരീരം ചാരമായി മാറുകയും പരീക്ഷിത്ത് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഋഷ്യശൃംഗിയുടെ ശാപം നിവർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പരീക്ഷിത്ത് രാജാവ് സ്വർഗത്തിലേക്ക് യാത്രയാവുകയാണ്. അപ്പോൾ ഇനി ജനമേജയൻ എന്താണ് സർപ്പസത്രം ചെയ്തത്, എങ്ങനെയാണ് എന്നുള്ള കഥ അടുത്ത വീഡിയോയിൽ പറയാം. അതുവരയ്ക്കും എല്ലാവർക്കും ഹരേ കൃഷ്ണ, രാധേ രാധേ.